ടാറ്റയിൽ നിന്ന് നമ്മളപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ഐറ്റവും വന്നു കഴിഞ്ഞു കേട്ടോ. ഏതാണെന്നല്ലേ, ടാറ്റയുടെ സിയറ ഇലക്ട്രിക് ആണ് വന്നിരിക്കുന്നത്. പെട്രോളും ഡീസൽ വേരിയൻ്റ് അല്ല അവതരിപ്പിച്ചത്, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അവതരിപ്പിച്ചതാണ്. ടാറ്റ സിയറയുടെ ഇലക്ട്രിക് ആണ് വന്നിരിക്കുന്നത്. ഇന്റീരിയേഴ്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, നോബും കാര്യങ്ങളും അല്ല, അതുപോലെ ഡിസ്പ്ലേ എല്ലാം വന്നിരിക്കുന്നത് എല്ലാം നെക്സണിൽ നമ്മൾ ഫേസ് ലിഫ്റ്റ് കണ്ടത് തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള ഡിസൈനുകളാണ് കേട്ടോ മൊത്തത്തിൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ കോമൺ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ DRLും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോമൺ ഫീച്ചേഴ്സാണ്. പക്ഷേ ബമ്പർ ആണെങ്കിലും ബോണറ്റ് ആണെങ്കിലും എക്സ്റ്റീരിയർ ഡിസൈനുകളാണ് എല്ലാം തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുക, കണക്റ്റിംഗ് DRL കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലൊരു 3 സ്ട്രിപ്പിൻ്റെ ഒരു ഡിസൈൻ ടേൺ ഇൻഡിക്കേറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെഡ് ലാമ്പുകളാണെങ്കിൽ ബമ്പറിൽ വരുന്ന ബ്ലാക്ക് പോർഷനിലാണ് കേട്ടോ ഒളിപ്പിച്ചിരിക്കുന്നത്. അവരിക്കുന്ന ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പിൽ വരുന്ന ഒരു ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ബമ്പറിൻ്റെ ഡിസൈനാണ് ഇലക്ട്രിക് EV ആയത് കാരണം ഗ്രില്ലിൻ്റെ ഡിസൈനൊന്നുമില്ല. കോമൺ ആയിട്ട് വരുന്ന നമുക്ക് പെട്രോൾ വേരിയൻറ്റിൽ അല്ലെങ്കിൽ ഡീസൽ വേരിയൻറ്റിൽ വരുന്ന പോലെ ഗ്രില്ലുകളൊന്നുമില്ല. EVക്ക് വരുന്ന ഗ്രില്ലുകളും കട്ടിങ്സ് എല്ലാം കുറവാണല്ലോ. വന്നിരിക്കുന്ന ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഹാരിയറിലൊക്കെ വരുമ്പോഴത്തേക്ക് ബമ്പറിൽ വന്നിരിക്കുന്ന ഒരു ഷേപ്പ് മറ്റൊന്നാണെങ്കിലും ഡിസൈൻ സെയിം ആണ് വന്നിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫ്ലഷ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലുകളാണ്. ഇൻറ്റീരിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നെക്സണിൽ വന്ന അതേ സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. പക്ഷേ ആ D ഷേപ്പിൻ്റെ അടിയിൽ മറ്റൊരു ഒരു D കർവിൽ വരുന്ന ഫ്ലാറ്റ് പോർഷനിൽ ഒരു ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി സെൻറ്ററിൽ വരുന്ന ടാറ്റയുടെ ലോഗോയും ഡിജിറ്റൽ ഡിസ്പ്ലേ എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഇൻഫോർടൈൻമെൻറ്റ് ആണെങ്കിലും സെയിം ആണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനൊരു ഔട്ടർ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഫ്രെയിം അതിന് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഫോർടൈൻമെൻറ്റിലേക്കാണെങ്കിലും നമ്മൾ ഒരു തിക്കായിട്ടുള്ള ഒരു ഫ്രെയിം ആഡ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പിന്നീട് പാനലുകൾ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ തന്നെ, EVക്ക് പറ്റിയൊരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ റീസൈക്കിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതൊക്കെ. നമ്മൾ ഹ്യുണ്ടയുടെ Ioniq 5 കണ്ടിരുന്നു ഈ റീസൈക്കിൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുള്ള ഒരു രീതിയിലൊക്കെ. ആ ഒരു രീതിയിലാണ് വന്നിരുന്നത്. ഗിയർ നോബ് ഞാൻ പറഞ്ഞു നെക്സണിൽ വരുന്ന ഗിയർ നോബ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആംബിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സെൻട്രൽ കൺസോളിൻ്റെ ആ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് ഇച്ചിരി ലിഫ്റ്റ് ചെയ്തൊരു ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ആംബ്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന രീതിയിലൊരു ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഒരു പുതിയ ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നീട് നെക്സണിൽ നമ്മൾ കണ്ട തന്നെ സെൻട്രലിൽ വന്ന ആ ഒരു കൺട്രോൾ യൂണിറ്റ്, AC എല്ലാം കൺട്രോൾ വരുന്ന ആ ഒരു ടച്ച് വരുന്ന ഒരു പോർഷൻ ഇതിലും തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സീറ്റുകളാണെങ്കിലും സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റുകളാണെങ്കിലും അതുപോലെ തന്നെ സീറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും കളറുകളാണ് തീമുകളെല്ലാം തന്നെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്ക് സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കർവി ആയിട്ടുള്ള സോഫയുടെ ഒരു പ്രതീതി നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിലേക്ക് എന്നിട്ട് ഹെഡ് റെസ്റ്റുകൾ കണ്ടാലാണെങ്കിലും നമുക്ക് മനസ്സിലാവും ഒരു കർവി ആയിട്ടുള്ള ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. പനോറമിക് സൺറൂഫ് അതുപോലെ എന്ന് പറഞ്ഞാൽ സൺറൂഫ് ഒന്നും അല്ല, ഇത് മൊത്തമായിട്ട് ഗ്ലാസ് ഇട്ടിരിക്കുന്ന പഴയ സിയറെ നമുക്കറിയാൻ പറ്റും. ഒരു കർവി ആയിട്ടുള്ള സൈഡ് പ്രൊഫൈലിൽ വരുന്ന ഒരു ഗ്ലാസ് ആയിരുന്നു കൊടുത്തിരിക്കുന്നത്. റയർ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. നമുക്ക് ടെയിൽ ലാമ്പ് ആണെങ്കിലും ടെയിൽ ലാമ്പായിട്ട് എടുത്ത് കാണുന്നില്ല, ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ എല്ലാം ഇൻസേർട്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ടാറ്റയുടെ ലോഗോ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടെയിൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾറൗണ്ട് സൈഡിലായിട്ട് ക്ലാഡിങ് വന്നിട്ടുണ്ട്. അതായത് പിയാനോ ബ്ലാക്കിലുള്ള ക്ലാഡിംഗ് ആണ് വന്നിരിക്കുന്നത്. 20 ഇഞ്ച് അലോയ് വീൽസ് ആട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല, വിലയോ ലോഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതെന്തായാലും ഒരു കൺസെപ്റ്റ് എന്ന് തന്നെ വേണം പറയാം. പ്രൊഡക്ഷൻ വെർഷന് വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ എന്താണെന്നുള്ളതായിട്ട് നമുക്ക് പിന്നീട് കണ്ടറിയാം.